ഇടത് വലതു മുന്നണികളുടെ ഭാഗമായി 33 വർഷം കേരള നിയമസഭയിലുണ്ടായിരുന്ന പ്ലാത്തോട്ടത്തിൽ ചാക്കോ ജോർജ് എന്ന PC ജോർജ് പുതിയൊരു ഇന്നിങ്സിനാണ് തുടക്കമിടുന്നത്. 7 തവണ നിയമസഭാംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട PC കേരള ജനപക്ഷം സെക്കുലർ എന്ന പേരിൽ പാർട്ടി ഉണ്ടാക്കിയതോടെയാണ് BJP പക്ഷത്തേക്ക് ചാഞ്ഞു തുടങ്ങിയത്. ഒടുവിൽ ജനപക്ഷം പാർട്ടി BJPയിൽ ലയിക്കുകയും PC ജോർജും മകൻ ഷോൺ ജോർജും BJPയിൽ അംഗത്വമെടുക്കുകയും ചെയ്തു. പ്ലാത്തോട്ടത്തിൽ ചാക്കോയുടെയും മറിയാമ്മയുടെയും മകനായി 1951 ഓഗസ്റ്റ് 28 PC ജോർജിൻ്റെ ജനനം. ഇക്കാലമത്രയുമുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം സംഭവ ബഹുലമായിരുന്നുവെന്ന് തന്നെ വിശേഷിപ്പിക്കണം. അരുവിത്തുറയിലെ പുരാതന കാത്തലിക് കുടുംബത്തിലെ പ്രമാണിയായിരുന്ന അബ്കാരി കോൺട്രാക്ടറായിരുന്നു പിതാവ്. കേരള കോൺഗ്രസ് അനുഭാവിയായ ചാക്കോയുടെ വഴിയിലേക്ക് മകൻ ജോർജ് എത്തുന്നത് ബിരുദ പഠനകാലത്താണ്. സ്കൂൾ വിദ്യാഭ്യാസം നടത്തിയ അരുവിത്തൂർ സെൻറ്റ് ജോർജ് സ്കൂളിലോ പ്രീ ഡിഗ്രിക്ക് പഠിച്ച സെൻറ്റ് ജോർജ് കോളേജിലോ രാഷ്ട്രീയ ആഭിമുഖ്യമൊന്നും കാണിച്ചിരുന്നില്ല. എന്നാൽ ഫിസിക്സിൽ ഡിഗ്രി എടുക്കാനായി 1968 തേവര സേക്രഡ് ഹാർട്ട് കോളേജിലെത്തിയതോടെയാണ് വലിയ മാറ്റങ്ങൾക്ക് തുടക്കമായത്. അന്ന് KSUവിനെ വെല്ലുവിളിച്ച് കേരള കോൺഗ്രസ് വിദ്യാർത്ഥി വിഭാഗം KSCക്ക് കോളേജിൽ യൂണിറ്റ് ഉണ്ടാക്കി. ഇടത് വിദ്യാർത്ഥി സംഘടനയായ KSFുമായി ചേർന്ന് കലാലയ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചു. പിന്നീട് പഠനകാലത്തിനൊപ്പം തന്നെ KSC ജില്ലാ പ്രസിഡൻറ്റും സംസ്ഥാന ജനറൽ സെക്രട്ടറിയുമൊക്കെയായി രാഷ്ട്രീയത്തിൽ PC ജോർജ് തൻ്റെ വളർച്ചയ്ക്ക് തന്നെ തുടക്കമിട്ടു. വളരും തോറും പിളരും തോറും വളരുകയും ചെയ്യുന്ന പാർട്ടി എന്ന ബഹുമതിയിലേക്ക് കേരള കോൺഗ്രസ് എത്തിയതിൻ്റെ തുടക്കം അക്കാലത്തായിരുന്നു. കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുടെ സ്ഥാപകരായ KM ജോർജും ബാലകൃഷ്ണപിള്ളയും ഒരു വശത്തും KM മാണി മറുവശത്തുമെന്ന നിലയിൽ പാർട്ടി പിളർന്നു. അന്ന് മാണിക്കൊപ്പം നിന്നുവെങ്കിലും 1977 തെരഞ്ഞെടുപ്പിൽ പാർട്ടി സ്ഥാനാർത്ഥിയായിരുന്ന PJ ജോസഫിനെതിരെ ജോർജ് പ്രവർത്തിച്ചുവെന്നാരോപിച്ച് KM മാണി PC ജോർജിനെ പുറത്താക്കി. ഇതോടെയാണ് 26 വയസ്സ് മാത്രം പ്രായമുള്ള PC ജോർജ് എന്ന പേര് തിരുവിതാംകൂറിന് പുറത്തേക്ക് ആദ്യമായി എത്തിയത്. മാണിയോട് പകരം ചോദിക്കാനാണ് ഇനിയുള്ള രാഷ്ട്രീയമെന്നും MLA ആയിട്ട് ഇനി തിരുവനന്തപുരത്തേക്ക് എത്തൂ എന്നും ജോർജ് പ്രഖ്യാപിച്ചു. എല്ലാവരും മാണി സാർ എന്ന് വിളിക്കണമെന്ന് തൻ്റെ പ്രതാപകാലത്ത് KM മാണി തന്നെ നിർദ്ദേശം നൽകുമ്പോൾ മിസ്റ്റർ മാണിയെന്നോ പാലാ മെമ്പറെന്നോ മാത്രമായിരുന്നു PC ജോർജ് വിളിച്ചത്. 1979 കേരള കോൺഗ്രസ് മാണി, ജോസഫ്, പിള്ള എന്നിങ്ങനെയൊക്കെയായി പിളർന്നു മാറി. ഇതോടെ ജോർജിൻ്റെ സമയം തെളിയുകയും 1980 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആദ്യമായി സ്ഥാനാർത്ഥിയാവുകയും ചെയ്തു. മാണിയുടെയും സഭകളുടെയും പ്രിയപ്പെട്ടവരായ VJ ജോസഫിനെ കന്നി അംഗത്തിൽ 1148 വോട്ടിന് PC അട്ടിമറിച്ചു. 29 വയസ്സിൽ MLA ആയതോടെ കേരള രാഷ്ട്രീയത്തിൽ ജോർജ് യുഗത്തിന് തുടക്കമായി. PJ ജോസഫിനൊപ്പം കൂടിയ PC നിയമസഭയിൽ ഇടതുമുന്നണിയിലെ മന്ത്രിയായ KM മാണിക്കെതിരെ ആഞ്ഞടിച്ചു. PJ ജോസഫ് വിദ്യാഭ്യാസ മന്ത്രിയായപ്പോഴൊക്കെ കിങ് മേക്കറായെങ്കിലും പിന്നീട് ഇരുവരും തമ്മിൽ തെറ്റി. മാധ്യമങ്ങൾ വളർത്തി വലുതാക്കിയ VS അച്യുതാനന്ദൻ എന്ന CPM നേതാവിൻ്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായതോടെയാണ് ജോസഫ് ഗ്രൂപ്പിനൊപ്പം നിന്ന PCക്ക് രാഷ്ട്രീയത്തിൽ ഏറ്റവും അധികം ഉയർച്ചയുണ്ടായത്. ഭൂമി കയ്യേറ്റക്കാർ ഉൾപ്പെടെയുള്ള സകല മാഫിയകൾക്കും പേടിയുള്ള ഒരു നേതാവ് എന്ന ഇമേജ് മാധ്യമങ്ങൾ ചാർത്തി നൽകുകയും ചെയ്തു. VS അച്യുതാനന്ദനൊപ്പം കാടും മലയും കയറിയിറങ്ങി മതികെട്ടാൻ മലയിൽ KM മാണിയുടെ ബന്ധുക്കൾ നടത്തിയ കയ്യേറ്റമടക്കം പുറത്തു കൊണ്ടുവന്നു. അങ്ങനെ VSൻ്റെ ബദൽ രാഷ്ട്രീയത്തിനൊപ്പം PCയും മൈലേജ് നേടി. ആർക്കും എപ്പോഴും സമീപിക്കാവുന്ന ഒരു ജനപക്ഷ രാഷ്ട്രീയക്കാരൻ്റെ ഇമേജിലേക്ക് എത്തിയെങ്കിലും ജോസഫിൻ്റെ അതൃപ്തിക്ക് പാത്രമായ PC പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്തായി. എന്നാൽ തൻ്റെ വളർച്ചയിൽ ഒപ്പം നിന്ന ജോർജിന് പിന്തുണ നൽകാൻ VS തയ്യാറായതോടെ TS ജോണിനെയും ഈപ്പൻ വർഗീസിനെയും കൂട്ടിയിണക്കി PC സെക്യുലർ കോൺഗ്രസ് ഉണ്ടാക്കി. CPMലെ ഔദ്യോഗിക പക്ഷത്തിൻ്റെ എതിർപ്പിനെ അവഗണിച്ച് 2006 തെരഞ്ഞെടുപ്പിൽ സെക്യുലറിന് ഇടതുമുന്നണി സീറ്റ് നൽകിയത് VSൻ്റെ സമ്മർദ്ദത്തിലായിരുന്നു. 7637 വോട്ടിന് മാണി ഗ്രൂപ്പിലെ അഡ്വക്കേറ്റ് എബ്രഹാം കൈപ്പൻ പ്ലാക്കലിനെ പൂഞ്ഞാറിൽ പരാജയപ്പെടുത്തി. VS മന്ത്രിസഭയിൽ സ്ഥാനമൊന്നും ലഭിച്ചില്ലെങ്കിലും അച്യുതാനന്ദൻ്റെ കാവലാളായി ജോർജ് തുടർന്നു. മൂന്നാർ ദൗത്യത്തിലും VSൻ്റെ ഉപദേശകൻ മറ്റാരുമായിരുന്നില്ല. അങ്ങനെ സ്വന്തം ഇമേജ് ഉയർത്തിക്കൊണ്ടുവന്ന അദ്ദേഹം വിമാനയാത്രാ വിവാദത്തിൽ മന്ത്രിയായ PJ ജോസഫിൻ്റെ രാജിക്ക് പിന്നിലും പ്രവർത്തിച്ചു.
പരാതിക്കാരിയെ രംഗത്തിറക്കിയത് പോലും PC ജോർജ് ആയിരുന്നുവെന്ന് പിന്നീട് കേരളം തിരിച്ചറിഞ്ഞു. തുടർന്ന് മന്ത്രിയായി എത്തിയ ഷെവലിയാർ കുരുവിളയ്ക്ക് കയ്യേറ്റ ഭൂമി വിൽക്കാൻ ശ്രമിച്ചു എന്നതിൻ്റെ പേരിൽ രാജിവെക്കേണ്ടി വന്നു. ആരോപണമുന്നയിച്ച വിദേശ മലയാളിയുടെ പിന്നിലും PC തന്നെയായിരുന്നു. ഈ നീക്കങ്ങളിലൂടെയെല്ലാം അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ ഒരു ഇടമാണ് ലക്ഷ്യമിട്ടതെങ്കിലും ഇടതുമുന്നണി പച്ചക്കൊടി കാട്ടിയില്ല. വിമർശനങ്ങൾ കൂടിക്കൂടി വന്നതോടെ ഇടതുമുന്നണിയിൽ നിന്ന് PC ജോർജിനെയും കേരള കോൺഗ്രസ് സെക്യുലറിനെയും പുറത്താക്കി. അങ്ങനെ തൻ്റെ ആജന്മശത്രുവായ KM മാണിക്കൊപ്പം UDFിലേക്ക് എത്തി. മിസ്റ്റർ മാണി മാണി സാറായി. 2011 പൂഞ്ഞാറിൽ ജയിച്ചുവെങ്കിലും ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഇടം നേടാനായില്ല. പകരം ചീഫ് വിപ്പായി. മുഖ്യമന്ത്രിയായിരുന്ന VSനൊപ്പം നിന്നതുപോലെ UDFിൽ ഉമ്മൻചാണ്ടിയുടെ വലം കൈയായി. CPMൽ നിന്ന് ശെൽവരാജിനെ അടർത്തിയെടുത്തതോടെ ഉമ്മൻചാണ്ടിയുമായുള്ള ബന്ധം ഊട്ടി ഉറപ്പിച്ചു. വേണമെങ്കിൽ CPMകാരെ ഇനിയും കോൺഗ്രസിലെത്തിക്കുമെന്നൊക്കെ പറഞ്ഞുവെങ്കിലും ഉമ്മൻചാണ്ടിയുമായുള്ള ബന്ധം അധികം നീണ്ടില്ല. നെല്ലിയാമ്പതിയിലെ പാട്ടക്കാലാവധി കഴിഞ്ഞ എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കുന്നതിനെ ചൊല്ലി വനം വകുപ്പ് മന്ത്രിയായിരുന്ന KB ഗണേഷ് കുമാറുമായി കൊമ്പ് കോർത്തു. ഭൂരിഭാഗവും പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന ആളുകൾ കൈവശം വെച്ചിരുന്ന എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാനുള്ള വനം വകുപ്പിൻ്റെ നീക്കം PCയും ഗണേഷും തമ്മിലുള്ള പരസ്യ ഏറ്റുമുട്ടലിലേക്ക് എത്തിച്ചു. അങ്ങനെ ഗണേഷിനെതിരെ കെണിയൊരുക്കുന്നതിൻ്റെ ഭാഗമായാണ് ആദ്യം സോളാർ കേസ് പുറത്തു വന്നത്. സംസ്ഥാനത്തെ ഒരു മന്ത്രിയെ അവിഹിത ബന്ധത്തിൻ്റെ പേരിൽ ഒരു യുവതിയുടെ ഭർത്താവ് ഔദ്യോഗിക വസതിയിൽ കയറി തല്ലിയെന്ന് ഒരു പത്രത്തിൽ വാർത്ത വന്നു. ഏത് മന്ത്രിയാണെന്നതിൻ്റെ സൂചനകളൊന്നും നൽകിയിരുന്നില്ലെങ്കിലും PC ജോർജ് വാർത്താ സമ്മേളനം വിളിച്ച് ആ മന്ത്രി ഗണേഷ് കുമാറാണെന്ന് പറഞ്ഞ് രാജി ആവശ്യം ഉന്നയിച്ചു. ഒടുവിൽ ഗണേഷ് കുമാറിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് സോളാർ വിവാദം ഉമ്മൻചാണ്ടിക്ക് തന്നെ കുരുക്കായി മാറി. അങ്ങനെ PC ജോർജിനെ UDFിനും വേണ്ടാതായതോടെയാണ് മുന്നണികളെ വെല്ലുവിളിച്ച് ജനപക്ഷം എന്ന പാർട്ടി ഉണ്ടാക്കിയത്. ഈരാറ്റുപേട്ട പോലുള്ള മുസ്ലിം ബെൽറ്റുകൾ ജോർജിൻ്റെ പൂഞ്ഞാർ മണ്ഡലത്തിൽ ഉള്ളതിനാൽ തുടക്കം മുതൽ ഇസ്ലാമിക രാഷ്ട്രീയത്തെ പിന്തുണച്ചിരുന്നു. ഈ മുസ്ലിം വോട്ടുകളുടെ പിന്തുണയിലാണ് 2016 തെരഞ്ഞെടുപ്പിൽ ഇടത് വലതു മുന്നണികൾക്കെതിരെ സ്വതന്ത്രനായി നിന്ന് മത്സരിച്ചിട്ടും PCക്ക് ജയിച്ചു കയറാനായത്. 2021 PCയെ തോൽപ്പിച്ചതും ഇതേ വോട്ട് ബാങ്ക് തന്നെ. രാജ്യം മുഴുവൻ ശ്രദ്ധിച്ച വാഗമൺ ക്യാമ്പിൻ്റെ താവളമായിരുന്ന ഈരാറ്റുപേട്ടയിലെ മുസ്ലിം വിഭാഗത്തിനിടയിൽ അന്ന് പോലീസ് അന്വേഷണത്തിനിറങ്ങിയപ്പോൾ PC ശക്തമായി രംഗത്തിറങ്ങി. അന്വേഷണത്തിൽ ന്യൂനപക്ഷത്തിനുള്ള ആശങ്ക ഒഴിവാക്കണമെന്ന അദ്ദേഹത്തിൻ്റെ പ്രസ്താവന മുസ്ലിം മാനേജ്മെൻറ്റിൻ്റെ ഉടമസ്ഥതയിലുള്ള പത്രങ്ങളിൽ പ്രാധാന്യത്തോടെ വന്നു. എന്നാൽ പരമ്പരാഗത ക്രൈസ്തവ ഹൈന്ദവ വോട്ടുകൾ നഷ്ടപ്പെടാതിരിക്കാൻ PC ഏറെ ശ്രദ്ധിച്ചു. കത്തോലിക്കരും നായരും ഈഴവരും മുസ്ലിങ്ങളും മലയര വിഭാഗങ്ങളും ഒന്നിച്ചു വാഴുന്ന പ്രദേശമാണ് പൂഞ്ഞാർ. ഇവരുടെ എല്ലാം ഇടയിൽ ഒരുപോലെ സ്വാധീനം നേടിയെന്നതിനു പുറമെ നല്ലൊരു കത്തോലിക്കൻ എന്ന ഇമേജും ഉണ്ടായി. ചലച്ചിത്രതാരം ജഗതി ശ്രീകുമാറിൻ്റെ മകൾ പാർവതിയെ മാമോദീസ മുക്കി പള്ളിയിൽ വെച്ച് ജോർജ് മകന് വിവാഹം ചെയ്ത് നൽകിയതോടെ പള്ളിയോടുള്ള കൂറ് പരസ്യമായി പ്രകടിപ്പിച്ചു. മതനേതാക്കളെ ഒരു മോശം വാക്കുപോലും പറഞ്ഞ് വേദനിപ്പിച്ചിരുന്നില്ല. അവിടെയെല്ലാം ജോർജ് നല്ല കുഞ്ഞാടാണ്. ഒരിക്കൽ മാത്രം കാഞ്ഞിരപ്പള്ളി ബിഷപ്പിനെതിരെ ആഞ്ഞടിച്ചു. വെറുക്കപ്പെട്ട വ്യവസായി ഹാരിസ് ബാന്ധവത്തെ ചൊല്ലിയായിരുന്നു അത്. നസ്രാണി ദീപിക എന്ന കത്തോലിക്ക വികാരത്തിൻ്റെ പേരിൽ സഭയിൽ നിന്നടക്കം അദ്ദേഹത്തിന് പിന്തുണ ലഭിച്ചു. പെരുന്നയിലും കണിച്ചുകുളങ്ങരയിലുമെല്ലാം നല്ല കുഞ്ഞായിരുന്നു. ഇങ്ങനെ സാമുദായിക ബാലൻസിങ് നടത്തി മുന്നേറിയിരുന്ന PCക്ക് 8ൻ്റെ പണി കിട്ടിയത് ഒരു ഫോൺ സംഭാഷണം ചോർന്നതോടെയാണ്. ഈരാറ്റുപേട്ടയിലെ മുസ്ലിങ്ങളെ താൻ പറ്റിക്കുകയാണെന്നും അവരെ വിറ്റ കാശ് തൻ്റെ കയ്യിലുണ്ടെന്നും മേത്തന്മാരുടെ വോട്ട് കിട്ടിയില്ലെങ്കിലും താൻ ജയിക്കുമെന്നുമൊക്കെയുള്ള വിദ്വേഷ ഓഡിയോ നിമിഷങ്ങൾ കൊണ്ട് വൈറലായി. ഇതോടെ PCയുടെ വീട്ടിലേക്ക് മുസ്ലിം സാമുദായിക സംഘടനകൾ പ്രതിഷേധം നടത്തി. മാപ്പ് പറഞ്ഞിട്ടും പ്രശ്നം തീർന്നില്ല. ആ അകൽച്ച തന്നെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ അദ്ദേഹത്തിൻ്റെ പരാജയ കാരണം. ഈരാറ്റുപേട്ടയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനെത്തിയ അദ്ദേഹത്തെ കൂവിയാണ് നാട്ടുകാർ വരവേറ്റത്. അതിൻ്റെ തുടർച്ചയായി നടന്ന വിവാദ പ്രസംഗങ്ങളുടെ പേരിൽ PC ജയിലിലാവുകയും ചെയ്തിരുന്നു. തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തോട് PC പൂർണ്ണമായും ഇസ്ലാമിസ്റ്റ് രാഷ്ട്രീയത്തോട് അകലുന്നതും ഹിന്ദുത്വ രാഷ്ട്രീയത്തോട് അടുക്കുന്നതുമാണ് കണ്ടത്. കേരള കോൺഗ്രസിലൂടെ പിച്ച വെച്ച് വളർന്ന അബ്കാരിയുടെ മകൻ നെഞ്ചൂക്കിലൂടെയാണ് കേരളത്തിൽ കേരള കോൺഗ്രസ് നേതാവായി മാറിയത്. അങ്ങനെയുള്ള PC ജോർജ്
ഇന്ത്യയിൽ ഏറ്റവും മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പിന്തുണ നൽകാനെന്ന് പറഞ്ഞാണ് BJPയിൽ ചേർന്നിരിക്കുന്നത്. എന്തായാലും PC ജോർജിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നമുക്ക് കാത്തിരുന്നു തന്നെ കാണാം.